ഇന്നലെ കേരളം ഒരു നരനായാട്ടിനാണ് സാക്ഷ്യം വഹിച്ചത്. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായാട്ടും നമ്മൾ വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. വളരെ CPM-ൻ്റെയും പോലീസിൻ്റെയും ആ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം, അവരേത് തരത്തിലാണ് BJP പ്രവർത്തകരെ വേട്ടയാടുന്നത്, അത് തേടിപ്പിടിച്ച് വേട്ടയാടുന്നത്, അതിക്രൂരമായി മർദ്ദിക്കുന്നത് എന്നതൊക്കെയും നമ്മൾ കണ്ടതാണ്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇത്തരത്തിലുള്ളൊരു ഹീനകൃത്യം തൃശ്ശൂരിലുണ്ടായത്. ഇന്നലെ വൈകിട്ടോടെ തന്നെ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉണ്ടായത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന SP ഓഫീസിലേക്കുള്ള മാർച്ചിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. അതേസമയം തന്നെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി പുലർച്ചെ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. രാവിലെ 9:30 തൃശ്ശൂരിലെത്തുന്ന സുരേഷ് ഗോപി പരിക്കേറ്റ BJP പ്രവർത്തകരെ സന്ദർശിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസും തൃശ്ശൂരിൽ നിന്നും സാനു K. സജീവും ചേരുകയാണ്. ആദ്യം ടിൻഡുവിലേക്ക്. ടിൻഡു, ഗുഡ് മോർണിംഗ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെയാണ് BJP പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇന്നലെ രാത്രി തന്നെ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ജില്ലാതലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് വ്യാപകമായ പ്രതിഷേധങ്ങളും പ്രതിഷേധ പ്രകടനങ്ങൾക്കും BJP ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആദ്യം സാനുവിലേക്ക്. സാനു, ഇന്നലെ വൈകിട്ടോടെയാണ് അതിക്രൂരമായ ഒരു നരനായാട്ടുണ്ടായത്. BJP പ്രവർത്തകരെ തേടിപ്പിടിച്ചുകൊണ്ട് അതിക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ബോധപൂർവം പോലീസ് സൃഷ്ടിച്ചത്. CPM പ്രവർത്തകർക്ക് ഒത്താശ ചെയ്യുന്ന സമീപനത്തിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായി. ഇന്നലെ ഈ ഒരു സംഭവത്തിന് ശേഷം തന്നെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം അലയടിച്ചിരുന്നു. ഇന്നും പ്രതിഷേധമാണ്. തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്ര മണിക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൽ എത്രത്തോളം പ്രതിഷേധ പരിപാടികൾക്കാണ് BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്? KP, ഇന്നലെ വൈകുന്നേരം CPIM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപി MPയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നാണ് സംഘർഷ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതായത് ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള മാർച്ചിനിടെ ദിശാ ബോർഡ്, കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള ദിശാ ബോർഡിലേക്ക് കരിയോയിലും ഒപ്പം തന്നെ ചെരുപ്പുമാലയും ഒരു പ്രവർത്തകൻ അണിയിച്ചതോടുകൂടിയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. ഈ പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയെങ്കിലും CPIM നേതാക്കൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലൂടെ തന്നെ ഇറക്കിക്കൊണ്ടുപോവുകയായിരുന്നു. ശേഷമാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. MG റോഡിന് സമീപമുള്ള CPM-ന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഓഫീസിന് 100 മീറ്റർ മുമ്പ് പോലീസ് തടയുകയും തുടർന്ന് പ്രവർത്തകർ വളരെ സമാധാനപൂർവ്വം അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയുമായിരുന്നു. ഇതിനിടയിലേക്കാണ് ഈ പോർമുഖം തുറന്നുകൊണ്ട് CPIM പ്രവർത്തകരും ഈ BJP മാർച്ചിനെ നേരിടാൻ വേണ്ടി എത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ BJP പ്രവർത്തകരെ മാത്രമാണ് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവരെ തടയാൻ നോക്കിയത്. CPIM പ്രവർത്തകർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന കാഴ്ചയും ഇന്നലെ നമ്മൾ വൈകുന്നേരം കണ്ടതാണ്. പോലീസിന്റെ ലാത്തിയടിയിൽ BJPയുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ബാബുവിനും CPIM-ന്റെ കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനും ഇന്നലത്തെ മാർച്ചിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഒപ്പം തന്നെ സുരേഷ് ഗോപി പരിക്കേറ്റവരെ കാണാനും ഒപ്പം തന്നെ തൃശ്ശൂരിലേക്കും ഇന്ന് എത്തുന്നുണ്ട്. 9:30 വന്ദേ ഭാരത് ട്രെയിനിൽ തൃശ്ശൂരിലെത്തുന്ന കേന്ദ്രമന്ത്രിക്ക് BJP ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ഒരുക്കാനായിട്ടുള്ള നടപടികളും ഇവിടെ എല്ലാം ഏകോപിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും കണ്ടതാണ്. കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്ന ഒരു പോലീസുകാരൻ പിന്നിൽ നിന്ന് വന്ന ഈ ജസ്റ്റിന്റെ തലക്കടിക്കുന്ന BJP ജില്ലാ അധ്യക്ഷന്റെ തലക്കടിക്കുന്ന ദൃശ്യം, ഈ ലാത്തി ഒടിഞ്ഞു പോകുന്ന കാഴ്ചയും കണ്ടിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം ഈ പോലീസുകാരൻ പിന്മാറുന്ന കാഴ്ചയും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ പോലീസുകാരനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ആസൂത്രിതമായ ഒരു അതിക്രമമാണ് നടന്നത് എന്നത് കൃത്യമായിരുന്നു. കാരണം ആ പോലീസുകാർ അവിടെ സംഘമായി എത്തുന്നു, ഒരു പ്രകോപനവുമില്ലാതെ BJP പ്രവർത്തകരെ ആക്രമിക്കുന്നു. ഈ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞുപിടിച്ച് തലയ്ക്ക് മർദ്ദിക്കുന്ന, തലയ്ക്കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് CPM നേതൃത്വത്തിൻ്റെ ഒത്താശയോടെയാണ്. CPM നേതൃത്വം ചൂണ്ടിക്കാണിച്ചിട്ട് തന്നെയാണ് ഈ പോലീസുകാരൻ ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പോലീസുകാരൻ
ആരാണ് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതിന് നേതൃത്വം കൊടുത്ത CPM പ്രവർത്തകർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? KP ഇന്നലെ BJPയുടെ ജില്ല, അതായത് പഴയ നടക്കാവിലുള്ള പഴയ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും BJPയുടെ മാർച്ച് ആരംഭിച്ചപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പല വിധത്തിലുള്ള ആക്രോശങ്ങളും അതുപോലെ തന്നെ ഭീഷണി സ്വരങ്ങളും ഉയർന്നിരുന്നു എന്നാണ് BJP പ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മാർച്ചിനുടനീളം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായി എന്നാണ് BJP പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ആ പ്രകോപനങ്ങളുടെ ബാക്കി പത്രമാണ് ഈ മാർച്ചിനെ തടഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു കയ്യാങ്കളിയും ആ ജില്ലാ അധ്യക്ഷന്റെ തലക്കെട്ട് അടിക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. അദ്ദേഹം മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹെൽമറ്റും നെയിം പ്ലേറ്റും ഒഴിവാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. മുൻനിരയിൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജില്ലാ അധ്യക്ഷന്റെ തലക്കിട്ട് അടിച്ചതിന് ശേഷം പിൻവലിയുന്ന ഒരു കാഴ്ചയും കണ്ടു. പിന്നീട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ കണ്ടിരുന്നില്ല. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് CPIM പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത്. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ CPIM പ്രവർത്തകർ വന്ന ഭാഗത്തേക്ക് പോയി മറയുകയായിരുന്നു. പിന്നീട് അദ്ദേഹം BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വളരെ ആസൂത്രിതമായിട്ട് BJP പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി ആസൂത്രണം ചെയ്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പം ഈ പോലീസുകാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഈ മാർച്ചിനിടയിൽ മറ്റൊരു സംഭവം, പ്രധാനപ്പെട്ട കാര്യവും സംഭവിച്ചിരുന്നു. അതായത് ഒരു BJP മാർച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുമായിട്ട് CPIM പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അത് അവർ മുന്നിൽ കണ്ട് അവിടെ വേണ്ട വിധത്തിൽ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതും പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള വലിയ വീഴ്ചയാണ്. അത് അവർ മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് സാധാരണ നിലയിൽ ഒരു മാർച്ച് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആൾ വരും, അതിന് മറുഭാഗത്തും ഇത്തരത്തിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് സാമാന്യേന കണ്ടെത്തേണ്ട അല്ല മനസ്സിലാക്കേണ്ട കാര്യം. അവർ അത് ഗൗരവത്തിലെടുത്തില്ല. ഏതാനും ചില പോലീസുകാരെ മാത്രമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുൻഭാഗത്ത് നിശ്ചയിച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടെ സുരക്ഷയ്ക്ക് നിയോഗിച്ചിരുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റിക്കൊണ്ട് വളരെ നിഷ്പ്രയാസം BJP പ്രവർത്തകർക്കിടയിലേക്ക് പാഞ്ഞെത്തിയ CPM പ്രവർത്തകരെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ പോലും ആവാതെ പോലീസ് കുഴകുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടതാണ്. എന്തായാലും ഈ പ്രവർത്തകർ അവിടെ നിന്ന് വലിയ രീതിയിൽ കുപ്പിയും ഒപ്പം തന്നെ കല്ലുകളും BJP പ്രവർത്തകർക്കെതിരെ വലിച്ചെറിയുകയായിരുന്നു. ഇത്തരത്തിൽ കല്ലും കുപ്പികളും എറിയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മാറി നിന്നു കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ തൃശ്ശൂരിൽ കണ്ടതാണ്. അത്തരത്തിൽ CPM പ്രവർത്തകർക്ക് വേണ്ട എല്ലാ വഴികളും ഒരുക്കി നൽകുകയും ഒപ്പം തന്നെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ലാത്തി പ്രയോഗം നടത്തുന്ന കാഴ്ചയുമാണ് ഇന്നലെ വൈകുന്നേരം തൃശ്ശൂരിൽ നിന്നുണ്ടായത്. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ അവിടെ കരിയോയിൽ ഒഴിച്ച പ്രവർത്തകനെ രാത്രി ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാത്രി ഏറെ വൈകിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതും നമുക്കറിയാൻ സാധിച്ചു. അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയച്ചു എന്നുള്ളത് നമുക്ക് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ CPM പ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ള നിലയിലേക്ക് പോലീസ് മാറുകയും ഒപ്പം തന്നെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിൽ അക്രമം അഴിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് 10:30 BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ചിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അടക്കം പങ്കെടുക്കുന്നുണ്ട്. ഈ മാർച്ചിൽ കേന്ദ്രമന്ത്രിയും പങ്കാളിയാകുമെന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തന്നെയാണ് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം തന്നെയാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആസൂത്രിതമായ ഒരു അതിക്രമം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തിനുണ്ടായത്. CPM പ്രവർത്തകർക്ക് അടിഞ്ഞാടാനുള്ള എല്ലാ അവസരവും പോലീസ് ഒരുക്കി കൊടുക്കുകയാണ്. പോലീസുകാർ CPMനൊപ്പം ചേർന്ന് BJP പ്രവർത്തകരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ജനം TV യുടെ കേരളം തത്സമയം കണ്ടതുമാണ്. വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.